ഒടുവിൽ ഹൈക്കമാൻഡ് മുട്ടുമടക്കി. ആരാണ് ഹൈക്കമാൻഡ് എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമില്ല. പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും പറയും ഹൈക്കമാൻഡ് ഹൈക്കമാൻഡ് എന്ന്. അത്തരമൊരു സമിതി കോൺഗ്രസിലില്ല. ഉയർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഹൈക്കമാൻഡ് ഇപ്പോഴിതാ കെ സുധാകരന് മുന്നിൽ മുട്ടുമടക്കി. കെ സുധാകരന് മുന്നിൽ മാത്രമാണോ? അടൂർ പ്രകാശിന് മുന്നിൽ. അടൂർ പ്രകാശ് UDFിൻ്റെ കൺവീനറാണ്. എന്ന് വെച്ചാൽ UDFിലെ ഘടകകക്ഷികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, ഘടകകക്ഷികൾക്ക് നൽകുന്ന സീറ്റുകളെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക, എന്ന് വെച്ചാൽ സീറ്റ് വിഭജന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുക. ഇതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന അടൂർ പ്രകാശ് തന്നെ ഹൈക്കമാൻഡിൽ സമ്മർദ്ദം ചെലുത്തി തനിക്ക് സീറ്റ് വാങ്ങുന്നു. കോന്നിയിൽ മത്സരിക്കും എന്നാണ് അറിയുന്നത്. സീറ്റ് കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറല്ലായിരുന്നു. പക്ഷേ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിൽ നിന്നു അടൂർ പ്രകാശ്. കെ സുധാകരൻ പരസ്യമായി പോരാട്ടത്തിനിറങ്ങി. കണ്ണൂരിൽ മത്സരിക്കും മത്സരിക്കും മത്സരിക്കും, ഉറപ്പ് ഉറപ്പ് ഉറപ്പ്, 110% എന്നാണ് നേരത്തെ കെ സുധാകരൻ പറഞ്ഞതിന് ഒരു വിലയും കൊടുക്കാൻ ഹൈക്കമാൻഡ് തയ്യാറായില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തയ്യാറായില്ല. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളും തയ്യാറായില്ല. പക്ഷേ കെ സുധാകരൻ ഉറച്ചു നിന്നു. കെ സുധാകരനെ പിണക്കിയാൽ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലയിൽ വരെ അതിൻ്റെ പ്രതിഫലനമുണ്ടാകും. എന്ന് വെച്ചാൽ കെ സുധാകരൻ്റെ അനുയായികൾ കോൺഗ്രസിൽ നിന്ന് വിട്ടുനിൽക്കും. കോൺഗ്രസിന് വോട്ട് ചെയ്യാത്ത അവസ്ഥ വരും. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിന് ഇടയാക്കും. പ്രത്യേകിച്ച് കണ്ണൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് വരെ ജയിച്ചു വരാൻ കഴിയില്ല. സണ്ണി ജോസഫിന്റെ മണ്ഡലത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു കെ സുധാകരന്റെ അനുയായികൾ. സണ്ണി ജോസഫിന്റെ പോസ്റ്ററിന് മുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ പ്രകടനം നടന്നു. വഞ്ചകൻ എന്നാണ് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കെ സുധാകരന്റെ അനുയായികൾ മുദ്രാവാക്യം വിളിച്ചത്. വഞ്ചക എന്ന് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് നടന്നു പോകുന്ന കെ സുധാകരന്റെ അനുയായികളെ കണ്ണൂരിൽ കണ്ടു. കണ്ണൂരിൽ പല മണ്ഡലങ്ങളിലും കെ സുധാകരന് നല്ല സ്വാധീനമുണ്ട്. മാത്രമല്ല കാസർഗോഡ് മണ്ഡലത്തിലും കെ സുധാകരനെ പിണക്കിയാൽ അത് വലിയ തിരിച്ചടി നേരിടും എന്നതുകൊണ്ട് തന്നെയാണ് അനുനയിപ്പിക്കാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചത്. പക്ഷേ നടന്നില്ല. അവസാനം കെ സുധാകരന് മുന്നിൽ കീഴടങ്ങി ഹൈക്കമാൻഡ്, കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പ്രതിപക്ഷ നേതാവ് VD സതീശനായിരുന്നു കെ സുധാകരനെ മത്സരിപ്പിക്കരുത് എന്ന് ആദ്യം മുതൽ അവസാനം വരെ വാശി പിടിച്ചത്. കാരണം KPCC പ്രസിഡന്റായിരുന്ന കെ സുധാകരനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ മുൻകൈയെടുത്തതും പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള പോര് നാം കണ്ടതാണ്. പരസ്പരം തെറി വിളിക്കുന്നിടത്ത് വരെ ആ പോര് എത്തിയിരുന്നത് നാം കണ്ടു. ഇപ്പോഴിതാ കെ സുധാകരൻ VD സതീശനെ മലർത്തി അടിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ VD സതീശന്റെ വാശിക്ക് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ കെ സുധാകരൻ ഒടുവിൽ കണ്ണൂരിൽ മത്സരിക്കാൻ തീരുമാനിക്കുകയും ഹൈക്കമാൻഡ് അതിന് പിന്തുണ നൽകുകയും ചെയ്തു. സീറ്റ് നൽകാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ഔദ്യോഗിക പ്രഖ്യാപനം പിന്നീടുണ്ടാകും. അതുപോലെ തന്നെയാണ് അടൂർ പ്രകാശിന്റെയും കാര്യം. അടൂർ പ്രകാശും ഒരേ വാശിയിൽ നിന്നു കോന്നിയിൽ മത്സരിച്ചേ തീരൂ എന്ന നിലപാടിൽ ഉറച്ചു നിന്നു. അവസാനം അടൂർ പ്രകാശിന്റെ മുന്നിലും കീഴടങ്ങി ഹൈക്കമാൻഡും കോൺഗ്രസ് നേതാക്കളും. അപ്പോഴതാ മറ്റൊരു വാർത്ത വരുന്നു. കൊച്ചിയിൽ നിന്നാണ്. ദീപ്തി മേരി വർഗീസിന് കൊച്ചിയിൽ സീറ്റ് നൽകാമെന്ന് നേരത്തെ വാക്ക് കൊടുത്തതാണ്. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മേയറായി കോൺഗ്രസ് പരിഗണിച്ചത് ദീപ്തി മേരി വർഗീസിനെ ആയിരുന്നു. എന്നാൽ സമുദായ സംഘടനയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നൽകിയില്ല. അന്ന് ദീപ്തി മേരി വർഗീസിനോട് പറഞ്ഞു നിയമസഭയിലേക്ക് മത്സരിക്കാൻ അവസരം തരാമെന്ന്, കൊച്ചിയിൽ മത്സരിക്കാൻ അവസരം തരാമെന്ന്. പാവം ദീപ്തി മേരി വർഗീസ് പോസ്റ്ററൊക്കെ അടിച്ച് കാത്തിരിക്കുകയാണ് ഔദ്യോഗിക പ്രഖ്യാപനം കേൾക്കാൻ. അപ്പോഴാണ് കേൾക്കുന്നത് കൊച്ചിയിൽ മത്സരിക്കുന്നത് സതീശന്റെ ഏറ്റവും അടുത്ത അനുയായിയായ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആണ് എന്ന്. മുഹമ്മദ് ഷിയാസിന് സീറ്റ് കൊടുക്കാൻ സതീശൻ നിർബന്ധം പിടിക്കുന്നു, വാശി പിടിക്കുന്നു. പറ്റില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നു. അങ്ങനെ KC വേണുഗോപാലും VD സതീശനും മുഖാമുഖം നിൽക്കുന്നു. ഒരു ഘട്ടത്തിൽ VD സതീശൻ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. കുറച്ചു കഴിയുമ്പോൾ കയറി വരുന്നു. അങ്ങനെ സംഭവ ബഹുലമായിരുന്നു സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം എന്നാണ് അറിയുന്നത്. ഇതുവരെയും കൊച്ചിയെ സംബന്ധിച്ച് അന്തിമ തീരുമാനം എത്തിയിട്ടില്ല. എന്തിനാണ് KC
വേണുഗോപാലും വി ഡി സതീശനും സ്വന്തം സ്ഥാനാർത്ഥികളെ നിർത്താൻ ഇത്രമാത്രം മസിൽ പിടിക്കുന്നത് മറ്റൊന്നുമല്ല, ജയിച്ചാൽ അധികാരത്തിൽ വരുന്ന അവസ്ഥയുണ്ടായാൽ, ഭൂരിപക്ഷമുണ്ടായാൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി യോഗം ചേരും. അവിടെയാണ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക. അങ്ങനെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ കൂടുതൽ MLA-മാർ കെ സി വേണുഗോപാലിനെ പിന്തുണക്കണം, കൂടുതൽ MLA-മാർ വി ഡി സതീശനെ പിന്തുണക്കണം. രണ്ടുപേരുടെയും ആഗ്രഹം അതാണ്. അതുകൊണ്ട് തന്നെയാണ് ജയിക്കുന്ന മണ്ഡലങ്ങളിൽ കൂടുതൽ സ്വന്തം ആളുകളെ നിർത്തി മത്സരിപ്പിക്കാൻ ഇവർ വാശി പിടിക്കുന്നത്. സത്യത്തിൽ കെ സി വേണുഗോപാലും വി ഡി സതീശനും തമ്മിലുള്ള തല്ലാണ് സ്ഥാനാർത്ഥി പട്ടിക വൈകാൻ കാരണമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് ഏതാണ്ട് മനസ്സിലായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ അടി എങ്ങാനും UDF ജയിച്ചാൽ എന്തായിരിക്കും കേരളത്തിലെ അവസ്ഥ? കേരളത്തിലെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ തമ്മിലടിയായിരിക്കും. ഭരിക്കാൻ പോലും സമയമുണ്ടാകാത്ത അവസ്ഥ വരും. ആരാണ് നേതാവ് എന്ന് തീരുമാനിക്കാനായിരിക്കും ആദ്യത്തെ അടി. അത് കഴിഞ്ഞാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ആവശ്യപ്പെടും. ലീഗിന് കൊടുക്കണോ കൊടുക്കണ്ടയോ എന്നതായിരിക്കും അടുത്ത അടി. അതിനുശേഷം മന്ത്രിമാർ ആരൊക്കെയാകണം എന്നത് സംബന്ധിച്ചുള്ള അടി നടക്കും. അതിനുശേഷം വകുപ്പുകൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ എന്നതിനെക്കുറിച്ചായിരിക്കും തമ്മിലടി നടക്കുക. ഇങ്ങനെ വരുന്ന 5 വർഷവും തമ്മിലടിയുടെ കാലമായിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുതന്നെയാണ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾ, എന്ന് വെച്ചാൽ എല്ലാ കാലത്തും CPM-നെ വിമർശിക്കുന്ന, പിണറായി വിജയനെ വിമർശിക്കുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള ആളുകൾക്ക് പോലും പറയേണ്ടി വരുന്നത് പിണറായിയുടെ സർക്കാർ തന്നെയാണ് ഭേദം, LDF സർക്കാർ തന്നെയാണ് ഭേദം, UDF അധികാരത്തിൽ വന്നാൽ തമ്മിലടിയായിരിക്കും എന്ന്.